ഹലോ ഫ്രണ്ട്സ്, കേരള PSC ക്ലാസ് റൂമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ADCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയത് സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ADCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ADC? ADC അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഫ്ലാഷ് ADC, ഓപ്ഷൻ ബി ഡ്യുവൽ സ്ലോപ്പ് ADC, ഓപ്ഷൻ സി റിസസീവ് അപ്രോക്സിമേഷൻ ADC, ഓപ്ഷൻ ഡി സിഗ്മ ഡെൽറ്റ ADC. അന്നേരം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. റെസസീവ് അപ്രോക്സിമേഷൻ ADC ആണ് ADCയുടെ ടൈപ്പ് അല്ലാത്തത്. റെസസീവ് അല്ല, സക്സസീവ് അപ്രോക്സിമേഷൻ ADC ആണ് ADCയുടെ ടൈപ്പ് കേട്ടോ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ADC സീൻ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻസ് ബേസ്ഡ് ഓൺ ഓഡിയോ സിഗ്നൽസ് ഈസ്. അന്നേരം ടെലികമ്മ്യൂണിക്കേഷനിൽ എന്ന് വെച്ചാൽ ഓഡിയോ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷനിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ADC ഏതാണെന്നാണ്. അന്നേരം ഈ ടെലികമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആപ്ലിക്കേഷനിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ADC എന്ന് പറയുന്നത് സിഗ്മ ഡെൽറ്റ ADC ആണ്. ഏതാണ്? സിഗ്മ ഡെൽറ്റ ADC. അടുത്ത ക്വസ്റ്റ്യൻ, ദ ത്രൂപുട്ട് ഓഫ് എ ഫ്ലാഷ് ADC ഈസ് മെഷേർഡ് ഇൻ. ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് പെർ സെക്കൻഡ്, ഓപ്ഷൻ സി സാമ്പിൾസ് പെർ മിനിറ്റ്, ഓപ്ഷൻ ഡി സാമ്പിൾസ് പെർ സെക്കൻഡ്. ആൻസർ സാമ്പിൾസ് പെർ സെക്കൻഡ് ആണ്. അന്നേരം ഒരു ഫ്ലാഷ് ADCയുടെ ത്രൂപുട്ട് മെഷർ ചെയ്യുന്നത് സാമ്പിൾസ് പെർ സെക്കൻഡിൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് കറക്റ്റ് എന്ന് പറയണം. ഫസ്റ്റ് വൺ, ഫ്ലാഷ് ടൈപ്പ് ADCs ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്ലാഷ് ടൈപ്പ് ADCs ആർ കൺസിഡേർഡ് ദ ഫാസ്റ്റസ്റ്റ്. സെക്കൻഡ് വൺ, ഇൻ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADCs കൺവെർഷൻ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അനലോഗ് വോൾട്ടേജ്. തേർഡ് വൺ, counter type ADCs work with fixed conversion time. Fourth one, dual slope ADCs are considered the slowest. Which of the above statements are correct? അന്നേരം ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത്, ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADCs കൺവെർഷൻ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അനലോഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം അനലോഗ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സക്സസീവ് അപ്രോക്സിമേഷൻ്റെ കേസിലുള്ള കൺവെർഷൻ ടൈം. അതേപോലെ ഡ്യുവൽ സ്ലോപ്പ് ADCs ആണ് ഏറ്റവും സ്ലോവസ്റ്റ് ADC, അതും കറക്റ്റാണ്. അന്നേരം 2ഉം 4ഉം കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ അന്നേരം ഓപ്ഷൻ സി ആണ് ഇത് ഞാൻ റെഫർ ചെയ്തതിനകത്ത് കണ്ടത്. പക്ഷേ ചിലപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ADC ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരം ഫ്ലാഷ് ടൈപ്പ് ADC എന്നും എന്നാണ്. ഫ്ലാഷ് ടൈപ്പ് ADC ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ 1ഉം ഏതാണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഉത്തരമെന്ന് പറയുന്നത് 2 and 4 ആർ കറക്റ്റ് എന്നാണ്. അപ്പം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ADC എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലാഷ് ടൈപ്പാണ്. ബാക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ, എ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ യൂസസ്. ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ ഏത് ADC ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന ADC എന്ന് പറയുന്നത് ഡ്യുവൽ സ്ലോപ്പ് ADC ആണ്. ഓർത്തിരിക്കുക, ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന ADC എന്ന് പറയുന്നത് ഡ്യുവൽ സ്ലോപ്പ് ADC ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്സ് ഇൻ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ആർ ഡിസൈൻഡ് ടു. അപ്പം ADCക്കകത്ത് എന്തിനാണ് നമ്മൾ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. സാമ്പിൾ ആൻഡ് ഹോൾഡ് ദ ഔട്ട്പുട്ട് ഓഫ് ബൈനറി counter during the conversion process. Option B, stabilize the comparator's threshold voltage during the conversion process. Option C, stabilize the input analog signal during conversion process. Option D, sample and hold the digital to analog converter staircase waveform during the conversion process. അപ്പോൾ നമ്മൾ ഇൻപുട്ട് അനലോഗ് സിഗ്നലിനെ
സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. എ ടു ഡി കൺവെർഷനിൽ, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർഷനിൽ ഇൻപുട്ട് അനലോഗ് സിഗ്നലിനെ സ്റ്റെബിലൈസ് ചെയ്യുക, കൺവെർഷന് വേണ്ടിയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഫ്ലാഷ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് കമ്പാരേറ്റർ ഈസ് കണക്റ്റഡ് ടു ആൻ ഇൻപുട്ട് ഓഫ് എ ഡീകോഡർ, ബി പ്രയോറിറ്റി എൻകോഡർ, സി മൾട്ടിപ്ലയർ, ഡി ഡീമൾട്ടിപ്ലെക്സർ. അന്നേരം ഒരു ഫ്ലാഷ് ടൈപ്പ് അനലോഗ് ടു എ ടു ഡി കൺവെർട്ടറിൽ ഓരോ കമ്പറേറ്ററിൻ്റെയും ഔട്ട്പുട്ട് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു എൻകോഡർ സർക്യൂട്ടുമായിട്ടാണ്. എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എൻകോഡറുമായിട്ടാണ്. So in a flash type A to D converter, the output of each comparator is connected to the input of a priority encoder. So priority encoder ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ബൈനറി വെയ്റ്റഡ് DAC the lowest value resistor corresponds to. ഒരു ബൈനറി വെയ്റ്റഡ് DACലെ ലോവസ്റ്റ് വാല്യൂ റെസിസ്റ്റർ എന്തിനെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ദ ഹയസ്റ്റ് ബൈനറി വെയ്റ്റഡ് ഇൻപുട്ട്, ഓപ്ഷൻ ബി ദ ലോവസ്റ്റ് ബൈനറി വെയ്റ്റഡ് ഇൻപുട്ട്, ഓപ്ഷൻ സി ദ ഫസ്റ്റ് ഇൻപുട്ട്, ഓപ്ഷൻ ഡി ദ ലാസ്റ്റ് ഇൻപുട്ട്. സോ ബൈനറി വെയ്റ്റഡ് DACൽ ദ ലോവസ്റ്റ് വാല്യൂ റെസിസ്റ്റർ കറസ്പോണ്ട്സ് ടു ദ ഹയസ്റ്റ് ബൈനറി വെയ്റ്റഡ് ഇൻപുട്ട്. അന്നേരം ലോവസ്റ്റ് വാല്യൂ റെസിസ്റ്റർ എന്തിനെ കറസ്പോണ്ട് ചെയ്യുന്നു? എന്തിനെയാണ്? ഹയസ്റ്റ് ബൈനറി വെയ്റ്റഡ് ഇൻപുട്ടിനെയാണ്. എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.